നമുക്കിന്ന് റൈസ് കുക്കറിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 പട്ട, 2 തക്കോലം, കുറച്ച് ഗ്രാമ്പു, ഒരു ബേ ലീവ്സ്, 2 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് 2 ഗ്ലാസ് അരി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊരു 2 മിനിറ്റും കൂടെ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും കൂടെ കട്ട് ചെയ്തത് ഒന്ന് വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി കുറച്ച് കിസ്മിസും നട്ട്സും കൂടെ ഫ്രൈ ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പാത്രം അടച്ച് വെച്ച് നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി നല്ല സെറ്റായിട്ട് കിട്ടും. നമുക്കത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞു, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടുമില്ല, കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടല്ലോ, അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ കറിയും പപ്പടവും സാലഡും ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.